നമസ്കാരം, ഞാൻ പോളി വിളക്കൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും വന്ന ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചു, അയ്യപ്പൻ കാട്ടിൽ കുടുങ്ങി. ഇതായിരുന്നു പല പ്രധാനപ്പെട്ട പത്രങ്ങളുടെയും തലക്കെട്ട്. അതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലെ ഹരീഷ്, അതുപോലെ തന്നെ ഇടുക്കി ഡാൻസ് ഓഫ് സ്ക്വാഡിലെ മഹേഷ് ഈഡൻ എന്ന് പറയുന്ന പോലീസുകാരുമായി ഞാൻ ബന്ധപ്പെട്ടു. അവരിൽ നിന്ന് പരശുറാമിൻ്റെ, കർണാടക സ്വദേശി, ശബരിമല ദർശനത്തിന് വന്ന് കാട്ടിൽ കുടുങ്ങിയ പരശുറാമിൻ്റെ നമ്പർ എനിക്ക് ലഭിക്കുകയും ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തു. ഏകദേശം 7 മണിക്കൂറോളം കാട്ടിൽ കുടുങ്ങിക്കിടന്ന ഭീകരമായ ഒരു അവസ്ഥയാണ് പരശുറാം എന്നോട് ഷെയർ ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ വിവരിക്കാതെ നിവൃത്തിയില്ല. എങ്ങനെയാണ് പരശുറാം കാട്ടിൽ കുടുങ്ങിയത്? അത് ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചതല്ല. അദ്ദേഹം ശബരിമല ദർശനം കഴിഞ്ഞ്, പരശുറാം ഒരു സ്വിഗ്ഗി ഫുഡ് സർവീസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു വ്ളോഗറാണ്. അദ്ദേഹം അംഗവൈകല്യങ്ങളെ ചേർത്ത് തോൽപ്പിച്ചുകൊണ്ട് ഉപജീവന മാർഗമായി സ്വീകരിച്ച തൊഴിലാണ് സ്വിഗ്ഗിയിൽ ജോലി ചെയ്യുക എന്നുള്ളത്. ആ മുച്ചക്ര വാഹനത്തിൽ തന്നെയാണ് ശബരിമലയ്ക്ക് വന്ന് അദ്ദേഹം അയ്യപ്പ ദർശനം നടത്തി തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുന്ന വഴി അദ്ദേഹം ഒന്ന് കറങ്ങിയേക്കാമെന്ന് കരുതി ഒന്ന് ഊട്ടി വരെ പോയി. മംഗലാപുരം വഴി തിരിച്ച് ഊട്ടിക്ക് പോയി. ഊട്ടിയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി ഗൂഗിൾ മാപ്പിൽ 2 വഴികൾ കാണിക്കുന്നു. ഒന്ന് കാട്ടുപാത, കാട്ടുപാതയിലൂടെ പോയാൽ പെട്ടെന്ന് ബാംഗ്ലൂർ എത്താം. മറ്റൊന്ന് ദൂരെ കൂടുതലാണ്. ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് യാതൊരു കുഴപ്പം സംഭവിക്കാത്തത് കൊണ്ട് പരശുരാമൻ കാട്ടുപാത തിരഞ്ഞെടുത്തു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹം കാട്ടുപാതയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിശക്തമായിട്ടുള്ളൊരു മഴ വന്നു. ഈ മഴയിൽ റോഡ് ചെളി കൂടുകയും ആ ചെളിയിൽപ്പെട്ട് കാട്ടിൽ കുടുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഗൂഗിൾ നോക്കി. കാട്ടുപാതയായതുകൊണ്ട് ഒരുപക്ഷെ ശബരിമല അടുത്തായിരിക്കുമെന്ന് കരുതി അദ്ദേഹം ആദ്യം തന്നെ കേരള പോലീസിൻ്റെ സൈറ്റിൽ കയറി കിട്ടിയ ഒരു നമ്പറായിരുന്നു കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ. അങ്ങനെ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവിടെ ഫോൺ അറ്റൻഡ് ചെയ്തത് ഹരീഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഹരീഷിനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലൊക്കേഷൻ ഒന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇപ്പം എവിടെയാണ് നിങ്ങൾ കാട്ടിൽ പെട്ട് കിടക്കുന്നത്, ലൊക്കേഷൻ ഒന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ലൊക്കേഷൻ അയച്ചു കൊടുത്തപ്പോൾ അത് തമിഴ്നാടാണ്. ദിണ്ടുക്കൽ ഡിസ്ട്രിക്റ്റിലുള്ള വെത്തലക്കുണ്ട് എന്ന് പറഞ്ഞ കാട്ടുപ്രദേശത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അങ്ങനെ വെത്തലക്കൊണ്ടിന് സമീപമുള്ള പരുത്തിവീരൻപെട്ടി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് വെത്തലക്കുണ്ട് ഇദ്ദേഹം കുടുങ്ങിക്കിടക്കുന്ന സ്ഥലം. ആ നമ്പറിൽ വിളിച്ചു. അവിടെയുള്ള പോലീസുകാർ, അവർക്കാർക്കും കന്നഡ അറിയത്തില്ല, ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയത്തില്ല. അതിന് ഹിന്ദിയും ഇംഗ്ലീഷും അറിയാത്ത അവിടുത്തെ പോലീസുകാർ, തമിഴ് മാത്രം അറിയുന്ന പോലീസുകാരനെ ഫോൺ അറ്റൻഡ് ചെയ്ത് അവർക്കൊന്നും മനസ്സിലായില്ല. പരശുരാമൻ വിളിക്കുമ്പോഴെല്ലാം അവർ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അവസാനം തിരിച്ച് മഹേഷിനെ വിളിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം അവതരിച്ച് കഴിഞ്ഞപ്പോൾ മഹേഷ് തമിഴ്നാട് പോലീസുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡിലെ, ഇടുക്കി ഡാൻസ് ഓഫ് സ്ക്വാഡിലെ മഹേഷ് ഈഡനെ ബന്ധപ്പെട്ടു. മഹേഷ് ഈഡനും ഹാരിഷും കോൺഫറൻസ് കോൾ ഇട്ടുകൊണ്ട് തന്നെ പരശുരാമുമായി സംസാരിച്ചു. പരുത്തിവേലൻപട്ടി പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ ആദ്യം ആവശ്യപ്പെട്ടത് 1000 രൂപ ഗൂഗിൾ പേ ചെയ്തു കൊടുത്താൽ കാട്ടിൽ അകപ്പെട്ടു പോയ വികലാംഗനെ രക്ഷപ്പെടുത്താമെന്നാണ് തമിഴ്നാട് പരുത്തിവീരൻപട്ടി പോലീസ് സ്റ്റേഷനിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ജീവന്റെ വില വെറും 1000 രൂപ. ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ സമയത്ത് പരശുരാമിന്റെ ജീവന് വിലയിട്ടത് വെറും 1000 രൂപ. പരശുരാം വീണ്ടും മഹേഷുമായി ബന്ധപ്പെട്ടു, ഹരീഷുമായി ബന്ധപ്പെട്ടു. ഹരീഷ് അവിടെ അറിയുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനെ ഈ പറയുന്ന സംഭവ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പോൾ കോൺഫറൻസ് കോളിലായിരുന്നു. കാട്ടുപാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിൽ മറ്റു 2 വ്യക്തികളും കൂടെ ഫോണിൽ സംസാരിക്കുന്ന ശബ്ദം കേട്ട ഓട്ടോറിക്ഷക്കാരൻ പേടിച്ചുപോയി. എന്താ സംഭവം എന്നറിയില്ല, ഇതൊരു ട്രാപ്പാണോ എന്ന് പോലും അറിയാതെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുകയാണ് ഉണ്ടായത്. അതിനുശേഷം പരശുരാം അടുത്ത് ചെയ്തത് തൻ്റെ മദർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും അവർ തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെടുകയും
ഞങ്ങൾ പോയി രക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞതല്ലാതെ വൈകിട്ട് 7 മണി മുതൽ രാത്രി 12 മണി വരെ ഒരാൾ തിരിഞ്ഞു നോക്കിയില്ല. കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലെ ഹരീഷ് എന്ന പോലീസുകാരനെയും അതുപോലെ തന്നെ മഹേഷിനെയും ബന്ധപ്പെട്ടു. മഹേഷും ഹാരിഷും ചേർന്നാണ് ദിണ്ടിക്കൽ DCPയുടെ നമ്പർ എടുത്തു കൊടുക്കുന്നത്. നമ്പർ എടുത്തു കൊടുത്ത ആ സമയത്ത് തന്നെ 5 മിനിറ്റ് കൊണ്ട് അവിടെ പോലീസ് എത്തുകയും ചെളിയിൽ അകപ്പെട്ടു പോയ പരശുറാമിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. പരശുറാം പറയുന്നത്, ഇതുപോലുള്ള ഒരു ദുർഘട സമയത്ത് അയ്യപ്പനെ ദർശിക്കുവാൻ വന്ന പരശുറാമിന് അയ്യപ്പൻ 3 പേരുടെ രൂപത്തിലാണ് അവിടെ അവതരിച്ചത്. അവിടെ അവതരിച്ച് പരശുറാമിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. വേണമെങ്കിൽ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒഴിവാക്കാമായിരുന്നു. പരുത്തി വീരൻപട്ടി പോലീസുകാർ ഒഴിവാക്കിയ പോലെ ഇത് ഞങ്ങളുടെ ലിമിറ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 7 മണിക്കൂറോളം ഈ പറയുന്ന തമിഴ്നാട്ടിലെ കാട്ടിൽ അകപ്പെട്ടുപോയ, വെത്തലക്കുണ്ട് കാട്ടിൽ അകപ്പെട്ടുപോയ പരശുറാം എന്ന വികലാംഗനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 7 മണിക്കൂറോളമാണ് അവരുടെ സമയം ചെലവഴിച്ചുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ടും അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ ചെയ്തു കൊടുത്തത്. എന്തായാലും കേരള പോലീസിലെ ചുണക്കുട്ടികളായ മഹേഷിനും അതുപോലെ തന്നെ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലെ ഹാരിഷിനും ഹാറ്റ്സ് ഓഫ്. ഒരാൾക്ക് കൂടി നന്ദി പറയേണ്ടതുണ്ട്. അത് മറ്റാരുമല്ല, ദിണ്ടുക്കൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ. അദ്ദേഹത്തിന് കൂടി പരശുറാം നന്ദി അറിയിക്കുകയാണ്. ഈ വാർത്ത ചെയ്തതിനോടൊപ്പം പരശുറാമായി സംസാരിച്ച ഞാൻ പോലും അദ്ദേഹത്തെ അറിയാതെ സല്യൂട്ട് ചെയ്തു പോയി. 5 നിമിഷം കൊണ്ടാണ് പരശുറാമിനെ രക്ഷപ്പെടുത്തിയത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. സൈനിങ് ഓഫ്, പോളി വടക്കൻ.